റിപ്പയർ ചെയ്ത സ്മാർട്ട് ഫോണുകൾക്കും അതുപോലെ തന്നെ ആക്സസറി കസ്റ്റമർക്ക് കൊടുക്കുമ്പോഴും നമുക്ക് സെയിൽ ബില്ല് അടിക്കേണ്ടതുണ്ട്. ഈ സെയിൽ ബില്ല് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സെയിൽ എൻട്രി ഓപ്പൺ ചെയ്യുന്നതിനായി എൻട്രിയിൽ സെയിൽസിൽ ഇൻവെൻട്രി സെയിൽസ് B2C എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിൽ എൻട്രി ഓപ്പൺ ആയിട്ട് കിട്ടും. ഓരോ ഫോണിൻ്റെയും ജോബ് നമ്പർ നമ്മൾ ഫോണിൻ്റെ പുറകിൽ സ്റ്റിക്കറായിട്ട് ഒട്ടിച്ച് വെക്കാറുണ്ട്. ഇനി നമുക്ക് വർക്ക് ഓർഡർ ഓപ്പൺ ചെയ്ത് അതിനകത്തെ എൻട്രി നമ്പർ, വർക്ക് ഓർഡറിലെ എൻട്രി നമ്പറാണ് നമ്മൾ ജോബ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് ഓർഡറിൻ്റെ എൻട്രി നമ്പർ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ജോബ് നമ്പർ കിട്ടും. ഇവിടെ ഈ ജോബിൻ്റെ നമ്പർ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് കോർണറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എൻട്രി നമ്പർ എന്നുള്ള നമ്പറാണ് ജോബ് നമ്പർ. അപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് സെയിലിനകത്ത് ഈ നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമറുടെ ഡീറ്റെയിൽസും അതുപോലെ ഫോണിൻ്റെ ഡീറ്റെയിൽസ്, കംപ്ലയിൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഈ സെയിൽ ബില്ലിനകത്തേക്ക് ലോഡായിട്ട് വരും. ആക്സറി സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജോബ് നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ സെയിൽ ഓപ്പൺ ചെയ്ത് കസ്റ്റമറുടെ നെയിം ഫില്ല് ചെയ്തതിന് ശേഷം ഐറ്റം നെയിം കൊടുത്ത് നമുക്ക് ആക്സറി സെയിൽ ചെയ്യാം. ഇവിടെ സർവീസ് ആകുമ്പോൾ എന്ത് പാർട്സാണ് നമ്മൾ മാറ്റിയത്, ആ പാർട്സ് നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പാർട്സ് ഐറ്റം നെയിം എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള സെല്ലിംഗ് റേറ്റും അതുപോലെ നമുക്ക് കിട്ടിയ റേറ്റ് SP റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര രൂപക്കാണ് ആ പാർട്സ് കിട്ടിയ എന്നുള്ള റേറ്റും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കുന്ന പ്രൈസ് ടൈപ്പ് ചെയ്യാം. ഇനി ഓൾറെഡി കൊടുത്ത റേറ്റിൽ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മാനുവലായിട്ട് ടൈപ്പ് ചെയ്താൽ മതി. അതുപോലെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആയിട്ട് അതുപോലെ ഡിസ്കൗണ്ട് എമൗണ്ട് ആയിട്ടും നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ബില്ലിനകത്ത് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് എമൗണ്ട് അവിടെ കാണിക്കും. അതായത് ടോട്ടൽ എമൗണ്ടിൽ നിന്നും ഡിസ്കൗണ്ട് എമൗണ്ട് കുറച്ചിട്ടുള്ള നെറ്റ് എമൗണ്ട് അവിടെ കാണിക്കും. എൻ്റർ ചെയ്തുകൊണ്ട് അടുത്ത ഐറ്റം നമ്മൾ ഈ ഫോണിന് തന്നെ ബില്ല് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഐറ്റം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ബാക്കിയെല്ലാം സെയിം ആണ്. ക്വാണ്ടിറ്റി കൊടുക്കുക, അതുപോലെ സെല്ലിംഗ് റേറ്റ്, കസ്റ്റമർക്ക് കൊടുക്കുന്ന റേറ്റ് എത്രയാണെന്നുള്ള റേറ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഫോണിനായിട്ട് വാങ്ങിച്ചിട്ടുള്ള സ്പെയർ പാർട്സും അതിൻ്റെ ആക്സസറിയും ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി ഫിൽഡ് ആണ്, അതുകൊണ്ട് അതിൽ ഒന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ക്യാഷ് റിസീവ്ഡ് ആണ്. അതായത് കസ്റ്റമർ ഈ ബില്ല് അടിക്കുന്ന സമയത്ത് നമുക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ടാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ടും, അക്കൗണ്ടാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാർഡ് അക്കൗണ്ട് എന്നുള്ളിടത്ത് ഇപ്പോൾ ഗൂഗിൾ പേ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ പേര് സെലക്ട് ചെയ്യാം. ബോട്ടം റേറ്റിൽ ഗ്രീൻ കളറിൽ കാണുന്നതാണ് നമുക്ക് ഈ ബില്ലിൻ്റെ ടോട്ടൽ എമൗണ്ട്. ചില സമയത്ത് ഫുൾ എമൗണ്ട് നമുക്ക് ക്യാഷിലോ അക്കൗണ്ടിലോ ആവില്ല, സ്പ്ലിറ്റ് ആയിട്ടാവും കിട്ടുന്നുണ്ടാവും. അപ്പോൾ അക്കൗണ്ടിൽ കിട്ടിയ എമൗണ്ട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്യാഷ് റിസീവിൻ്റെ അടുത്തുള്ള ബാലൻസിൽ ആ എമൗണ്ട് കുറയും. ഇനി ബാക്കി ക്യാഷ് ആയിട്ട് എത്രയാണോ കിട്ടിയിട്ടുള്ളത് ആ എമൗണ്ട് നമുക്ക് ക്യാഷ് റിസീവ്ഡ് എന്ന കോളത്തിലും ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ബാലൻസ് 0 ആയിട്ടുണ്ട്, അതായത് മുഴുവൻ എമൗണ്ടും കിട്ടിയിട്ടുണ്ട്. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ സേവ് ആവും. അതിനുശേഷം നമുക്ക് പ്രിൻ്റ് എടുത്തതിന് ശേഷം കസ്റ്റമർക്ക് കോപ്പി കൊടുക്കാം. സർവീസ് കഴിഞ്ഞ് ഫോണിന് ബില്ലടിക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വർക്ക് ചെയ്ത ടെക്നീഷ്യൻ്റെ പേര് ഇതിനകത്ത് മെൻഷൻ ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റമർ നെയിം കൊടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത ഭാഗത്തായിട്ട് സെയിൽസ്മാൻ എന്നുള്ളൊരു കോളമാണ്. ഈ സെയിൽസ്മാൻ എന്നുള്ള കോളത്തിന് വർക്ക് ചെയ്ത ടെക്നീഷ്യൻ്റെ പേര് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ സ്പെയർ പാർട്സ് ഒന്നും മാറ്റാത്ത സർവീസുകളുണ്ടാവും. ഇപ്പോൾ സർവീസ് ചാർജ് മാത്രം വാങ്ങിക്കുന്ന അത്തരം സർവീസുകൾക്ക് നമുക്കിവിടെ സ്പെയറിൻ്റെ പേര് കൊടുക്കുന്ന സ്ഥലത്ത് ഐറ്റം നെയിം എന്നുള്ള കോളത്തിനകത്ത് നമുക്ക് സർവീസ് ചാർജ് എന്ന് കൊടുക്കാം. അപ്പോൾ സർവീസ് ചാർജ് കൊടുക്കുന്ന എല്ലാം 100% പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ സ്പെയർ മാറ്റിയ ഫോണാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സർവീസ് ചാർജ് എന്ന് കൊടുത്ത് ബില്ലടിക്കാൻ പാടില്ല. സ്പെയറിൻ്റെ പേരിൽ തന്നെ ബില്ലടിക്കണം. ഇനി സോഫ്റ്റ്വെയർ ചെയ്ത ഫോണുകളാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സെയിൽ ബില്ല് സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സ്റ്റാറ്റസ് ബാർ വെയിറ്റിംഗ് ഫോർ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് ഫോർ ഡെലിവറി, ഡെലിവേർഡ് ആണെന്നുണ്ടെങ്കിൽ ഡെലിവേർഡ് ആയിട്ടും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം.